ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ജീൻസിനൊക്കെ ഇടാൻ പറ്റുന്നൊരു ടോപ്പിൻ്റെ കട്ടിങ് വീഡിയോ ആണ്. ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യാം ഇൻഷാല്ലാ. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ കഴിയുന്നതും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രമിക്കുക. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. ഷോൾ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഇതിൻ്റെ മെറ്റീരിയൽ ഓർഗാൻസയാണ്. ആദ്യം തന്നെ യോക്ക് പാർട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. അതിനായിട്ട് ഷോള് വീതിക്കൊന്ന് ഫോൾഡ് ചെയ്ത് വെക്കുക, എന്നിട്ട് നീളത്തിലൊന്ന് ഫോൾഡ് ചെയ്ത് വെക്കുക. തയ്യൽ തുമ്പ് അടക്കം 13 ഇഞ്ച് ലെങ്ത്തിലാണ് കേട്ടോ നമ്മൾ യോക്ക് പാർട്ട് കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കാം. 7 ഇഞ്ച് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സെയിം 7 ഇഞ്ച് തന്നെ നമ്മൾ ആം ഹോൾ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ആ ഒരു മാർക്ക് ചെയ്ത ഭാഗം ഡാർക്കായിട്ടൊന്ന് സ്ട്രെയിറ്റ് ആയിട്ട് ലൈൻ വരച്ചു കൊടുക്കുക. ഇനി നമുക്ക് ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്ത് കൊടുക്കാം. 9 ഇഞ്ചാണ് കേട്ടോ ചെസ്റ്റ് അളവ് എടുത്തിട്ടുള്ളത്. അതിനോടൊരു 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം താഴെ വേസ്റ്റ് റൗണ്ട് 8 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനോട് 1 ഇഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ആ മാർക്ക് ചെയ്ത ഭാഗങ്ങൾ തമ്മിൽ യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ആം ഹോൾ റൗണ്ട് വരച്ചു കൊടുക്കണം. അതിനായിട്ട് ആം ഹോൾ ലെങ്ത്തിൻ്റെ പകുതി എടുത്തതിന് ശേഷം നമ്മൾ ചെസ്റ്റ് അളവിലോട്ടൊന്ന് ചെരിച്ചൊന്ന് വരച്ചു കൊടുക്കുക. ഇനി താഴെ വേസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്ത് അവിടുന്ന് 1 ഇഞ്ച് മേലോട്ടൊന്ന് മാർക്ക് ചെയ്തെടുത്തിട്ട് ഒന്ന് ചെരിച്ചൊന്ന് വരച്ചു കൊടുക്കുക. അങ്ങനെ യോക്ക് പാർട്ടിൻ്റെ മാർക്കിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മാർക്ക് ചെയ്ത ആ ഒരു ഭാഗം കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ലൈനിങ് കട്ട് ചെയ്തെടുക്കണം. നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ച മെറ്റീരിയൽ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ലൈനിങ് കട്ട് ചെയ്തെടുക്കുന്നത്. അതിനായിട്ട് ലൈനിങ് 4ആയിട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മേലെ നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ച യോക്ക് പാർട്ടിൻ്റെ ആ ഒരു ഭാഗം വെച്ചിട്ട് ഒരൊറ്റ പീസിലാണ് കേട്ടോ ലൈനിങ് കട്ട് ചെയ്തെടുക്കുന്നത്. ഈ ഒരു ടോപ്പിൻ്റെ ഫുൾ ലെങ്ത്തിലാണ് ലൈനിങ് കട്ട് ചെയ്തെടുക്കുന്നത്. അങ്ങനെ ലൈനിങ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് സ്ലീവ് കട്ട് ചെയ്തെടുക്കണം. സ്ലീവിൽ ലൈനിങ് കൊടുക്കുന്നില്ല, നമ്മൾ ടോപ്പ് പാർട്ടിൻ്റെ ആ ഒരു ഭാഗത്ത് മാത്രമാണ് കേട്ടോ ലൈനിങ് കൊടുക്കുന്നത്. സ്ലീവ് കട്ട് ചെയ്യാനായിട്ട് ബാക്കി വന്ന മെറ്റീരിയൽ 2ആയിട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വീതിക്കൊന്ന് ആദ്യം ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് പിന്നെ നീളത്തിലൊന്ന് ഫോൾഡ് ചെയ്ത് വെക്കാം. പഫ് സ്ലീവാണ് കേട്ടോ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ പഫ് കൊടുക്കാനുള്ള ആ ഒരു ഭാഗം ആദ്യം നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടാണ് കേട്ടോ സ്ലീവിന് പിന്നെ സ്ലീവിൻ്റെ മാർക്കിങ് കൊടുക്കുന്നത്. ഒരു 4 ഇഞ്ച് ആദ്യം മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. താഴെ വരെ ഒരു 4 ഇഞ്ച് നമുക്ക് പ്ലീറ്റ് ഇടാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഭാഗം മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഇപ്പുറത്തോട്ടൊരു 9 ഇഞ്ചാണ് കേട്ടോ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. സ്ലീവ് റൗണ്ടിൽ 9 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ആ 9 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടുന്ന് താഴോട്ടൊരു 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ സ്ലീവിൻ്റെ ആ ഒരളവ് സ്റ്റാർട്ട് ചെയ്ത് അവിടുന്ന് ആ ഒരു 3 ഇഞ്ചിലോട്ട് ചെരിച്ചൊന്ന് വരച്ചു കൊടുക്കുക. ഇനി താഴെ സ്ലീവ് റൗണ്ട് 7 ഇഞ്ചാണ് കേട്ടോ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ആ ഒരു 7 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ മേലെന്ന് താഴോട്ട് സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ലൈൻ വരച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് സ്ലീവ് കട്ട് ചെയ്തെടുക്കാം. സ്ലീവിൻ്റെ താഴ്ഭാഗം എലാസ്റ്റിക്കാണ് കേട്ടോ കൊടുക്കുന്നത്.
അങ്ങനെ സ്ലീവിൻ്റെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നെക്ക് കട്ട് ചെയ്തെടുക്കണം. ഫ്രണ്ട് നെക്കാണ് കേട്ടോ ആദ്യം തന്നെ കട്ട് ചെയ്തെടുക്കുന്നത്. 3 ഇഞ്ച് നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫ്രണ്ട് നെക്കിൻ്റെ ലെങ്ത്ത് 5.5 ഇഞ്ചാണ് കേട്ടോ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് അതൊരു ബോക്സ് ആക്കി വരച്ചെടുക്കാം. ഫ്രണ്ടിൽ വീനക്കാണ് കേട്ടോ കൊടുക്കുന്നത്. ശേഷം നെക്ക് വിഡ്ത്തിൻ്റെ എൻഡിൽ നിന്ന് താഴോട്ട് ഒരു വി ഷേപ്പിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കത് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതുപോലെ തന്നെ ബാക്ക് നെക്ക് കട്ട് ചെയ്തെടുക്കാം. 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് നെക്ക് വിഡ്ത്ത്. ലെങ്ത്തും സെയിം 3 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. റൗണ്ട് നെക്കാണ് കേട്ടോ ബാക്കിൽ കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ ആ ഒരു ബോക്സ് പോലെ വരച്ചതിന് ശേഷം റൗണ്ടിലൊന്ന് ഷേപ്പ് വരച്ചു കൊടുത്തിട്ട് നമുക്കത് കട്ട് ചെയ്തെടുക്കാം. മെയിൻ മെറ്റീരിയൽ മാത്രമാണ് കേട്ടോ നമ്മൾ നെക്ക് കട്ട് ചെയ്തെടുക്കുന്നത്. ലൈനിങ്ങിൽ നെക്ക് ഇപ്പോൾ കട്ട് ചെയ്തെടുക്കുന്നില്ല. അത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷമാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് ഷോൾഡറിൻ്റെ ആ ഒരു ഭാഗം ഒരു 1/2 ഇഞ്ച് ചെരിച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഇത് നമുക്ക് യോക്ക് പാർട്ട് കട്ട് ചെയ്യുന്ന ആ ഒരു സമയത്ത് തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഞാൻ പിന്നെ ആ ഒരു ടൈമിൽ കട്ട് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. അതാണ് കേട്ടോ ഇപ്പോൾ കട്ട് ചെയ്യുന്നത്. സെയിം ഇതുപോലെ തന്നെ ലൈനിങ്ങിലും കട്ട് ചെയ്തെടുക്കണം. അങ്ങനെ അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് താഴെ പ്ലീറ്റ് കൊടുക്കാനുള്ള ആ ഒരു ഭാഗം, ടോപ്പിൻ്റെ താഴെ ഭാഗം പ്ലീറ്റ് കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. ആ ഒരു ഭാഗം നമുക്ക് ബാലൻസ് വന്ന് ഷോളിൽ ബാലൻസ് വന്ന ആ ഒരു മെറ്റീരിയൽ ഒരു 10 ഇഞ്ച് ലെങ്ത്തിൽ ഫുൾ മെറ്റീരിയൽ ബാലൻസ് വന്ന ഫുൾ മെറ്റീരിയൽ എടുക്കുന്നുണ്ട് കേട്ടോ. ഷോൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് അധികം മെറ്റീരിയലൊന്നും ബാലൻസ് ഇല്ല. അപ്പോൾ ആ ഒരു ഫുൾ മെറ്റീരിയൽ തന്നെ നമ്മൾ പ്ലീറ്റ് കൊടുക്കാനായിട്ട് എടുക്കുന്നുണ്ട്. അത് നമുക്ക് 10 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് 2 പാർട്ടായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മളെ ടോപ്പിൻ്റെ കട്ടിങ്. ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അത് അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യാം ഇൻഷാ അല്ലാ. നമ്മളെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത പോലെ ഇനി മുമ്പോട്ട് നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവണം. വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് ചോദിക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. അസ്സലാമു അലൈക്കും.